പറയട്ടെ പ്രേക്ഷകരെ, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം മുഴുവൻ ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് UDF സർക്കാർ. ലോക്ഭവന്റെ നിർദ്ദേശം ചീഫ് സെക്രട്ടറി കൈമാറുക മാത്രമാണ് ചെയ്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഇന്നലെ വിശദീകരിച്ചിരുന്നു. സംസ്ഥാനത്തെ ഭരണത്തിൽ മന്ത്രിമാർ പോലും അറിയാതെ ലോക്ഭവൻ ഇടപെടുന്നുണ്ടോ, അതോ നയപരമായും രാഷ്ട്രീയപരമായും എടുക്കേണ്ട ഇത്തരം തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലാണോ UDF സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കുന്നത്? ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. തിരുവനന്തപുരത്ത് നമ്മുടെ അർജുൻ വിശകലനങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയാണ് ഇത്, രാജ്യം ആഘോഷിക്കുന്ന ഒരു വേള. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം ആലപിക്കണമെന്നുള്ള നിർദ്ദേശത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വന്ദേ മാതരം ആലപിക്കണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നിൽ. പക്ഷെ അപ്പോഴും വന്ദേ മാതരം എന്ന ദേശീയ ഗീതം അത് മുഴുവനായി നമ്മുടെ രാജ്യം ആലപിക്കാറില്ല. കാരണം അത് ഒരു മതവിഭാഗത്തിനെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എഴുതിയ എന്നൊക്കെ തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉള്ളതുകൊണ്ടും, നമ്മളൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഈ ബഹുസ്വരത ഉറപ്പാക്കുന്നത് കൊണ്ടുമൊക്കെ അതിൻ്റെ മുഴുവൻ രാജ്യം ആലപിക്കാറില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി RSS അജണ്ടയൊക്കെ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പലയിടത്തും ഈ വന്ദേ മാതരം മുഴുവനായി ചൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ട 2 സർക്കാരുകൾ, തമിഴ്നാട് സർക്കാരിൻ്റെ ആണെങ്കിലും കേരള സർക്കാരിൻ്റെ ആണെങ്കിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലൊക്കെ വന്ദേ മാതരം മുഴുവനായി ആലപിച്ച് നമ്മൾ കണ്ടിരുന്നു. അക്കാലത്ത് വിവാദങ്ങളും ഉണ്ടായി. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം മുഴുവനായി ആലപിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു നിർദ്ദേശം വരുന്നു. അതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കത്തു നൽകുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, ലീഗിന് അതൃപ്തിയുണ്ട്. പലരും പല കാര്യങ്ങൾ പറയുകയാണ്. നോക്കൂ, സർക്കാർ തലത്തിൽ മന്ത്രിമാർ പോലും അറിയാതെ ചീഫ് സെക്രട്ടറിയൊക്കെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അതല്ലെങ്കിൽ ഭരണപരമായിട്ട് വലിയ ചർച്ചകളോടുകൂടി എടുക്കേണ്ട തീരുമാനങ്ങൾ ലോക്ഭവനിൽ വന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ഈ ടീം UDF-നുള്ളിൽ സംഭവിക്കുന്ന? ഒരു ചർച്ചകളൊന്നും തന്നെ ഇല്ലേ? ഉദ്യോഗസ്ഥർക്ക് തോന്നുംപടി കാര്യങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എടുക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ അർജുൻ? അതോ ലോക്ഭവന് നേരിട്ട് നിയന്ത്രണമുണ്ടോ സർക്കാരിന് മേൽ? സേതു, ഗുഡ് മോർണിംഗ്. UDF സർക്കാരിൻ്റെ തുടക്കകാലത്ത് തന്നെ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നത് ഇതാദ്യമായിട്ടല്ല. നേരത്തെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഗവർണർ വിളിച്ച മീറ്റിംഗിലേക്ക് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത കാര്യം നമുക്കറിയാം. അതും ഏതെങ്കിലും തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സർക്കാരുമായി നടത്തിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു മന്ത്രിമാരൊക്കെ പ്രതികരിച്ചത്. ഈ വിഷയവും രാഷ്ട്രീയപരമായി നയപരമായൊക്കെ തീരുമാനമെടുക്കേണ്ട, അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ട വിഷയമാണ്. അതായത് വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വായിക്കണം എന്നുള്ളത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് UDF-ലെ ഘടകകക്ഷികളുടെയും ഒന്നും നിലപാടല്ല. ആദ്യത്തെ വരികൾ മാത്രം ചൊല്ലിയാൽ മതി എന്നുള്ള നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിക്ക് എങ്ങനെ ഈ രീതിയിൽ ഇടപെടാൻ കഴിയും എന്നുള്ള ചോദ്യം ഉയരുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് മുൻപിലുണ്ട്, അല്ലെങ്കിൽ ലോക്ഭവൻ നിർദ്ദേശിച്ചതാണെന്ന് പറയാം. എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചീഫ് സെക്രട്ടറിക്ക് ഒരു ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് അത് തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങൾക്കൊക്കെ അയക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രതികരിച്ച മന്ത്രിമാരൊക്കെ ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതേസമയത്ത് കുഞ്ഞാലിക്കുട്ടി ഇത് ചൊല്ലില്ല, ഇതുവരെ ചൊല്ലിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു നിലപാട് പറയുന്ന സാഹചര്യമുണ്ട്. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ ലോക്ഭവൻ ഒരു നിർദ്ദേശം വയ്ക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം പറയുമ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളാണോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായൊക്കെ നയപരമായി എടുക്കേണ്ട തീരുമാനങ്ങൾ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത സർക്കാരിന് ഇല്ലാത്തതാണോ എന്നുള്ള ചോദ്യം ഉയരുന്നു. അല്ലെങ്കിൽ പ്രതിപക്ഷമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള വിധേയപ്പെടൽ അല്ലെങ്കിൽ കീഴടങ്ങുന്ന ഒരു സമീപനത്തിലേക്ക് തുടക്കഘട്ടത്തിൽ തന്നെ UDF സർക്കാർ പോകുകയാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. PM ശ്രീ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പദ്ധതി നടപ്പാക്കുകയില്ല എന്ന്, അത് അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ നേതാക്കളും പാർട്ടിയും മുന്നണിയുമാണ് UDF. അവർ പക്ഷേ അധികാരത്തിൽ വരുമ്പോൾ അത് കുറെ കൂടി മയപ്പെടുന്നു, ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന നില സ്വീകരിക്കുന്നു.
സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോവുകയാണ്. ഇതുകൊണ്ടുണ്ടാവുന്ന ആഘാതം നമ്മൾ പറഞ്ഞതാണ്. ഇത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഈ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ലീഗും അല്ലെങ്കിൽ കോൺഗ്രസും മറ്റു പാർട്ടികളും ഒക്കെ ഭരിക്കുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. അവിടെയൊക്കെ ആഗസ്റ്റ് 15-ന് എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഈ സ്ഥാപനങ്ങളൊക്കെ വലിയ കൗതുകവും നിലനിൽക്കുന്നത്. അർജുൻ പറഞ്ഞു.